നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ, അതിവിശിഷ്ടമായ ഈ യോഗങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ്. പഞ്ചമഹാപുരുഷ യോഗങ്ങൾ 5 താരാഗ്രഹങ്ങളെ കൊണ്ട് ലഭിക്കുന്നു. ഇപ്പോൾ ബുധൻ സ്വക്ഷേത്രത്തിൽ വന്നിരിക്കുന്നതിനാൽ ലഭിക്കുന്ന അതിവിശിഷ്ടമായിട്ടുള്ള പഞ്ചമഹായോഗങ്ങളിലെ ഭദ്രയോഗം ലഭിക്കുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. വളരെ വിശിഷ്ടമായ യോഗങ്ങളാണ് പഞ്ചമഹാപുരുഷ യോഗമെന്ന് പറയുന്നത്. ചൊവ്വ മുതൽ ശനി വരെയുള്ള 5 ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിലോ ഉച്ചരാശിയിലോ ബലവാനായി നിൽക്കുകയും അത് ലഗ്ന കേന്ദ്രമാവുകയും ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന ഈ വിശിഷ്ടമായ യോഗം അതാത് ഗ്രഹങ്ങൾക്ക് നമുക്ക് തരുന്ന ഗുണങ്ങളെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്ന ഒരു നല്ല യോഗമാണ്. ബുധൻ വിദ്യാകാരകനാണ്, അറിവിൻ്റെ കാരകനാണ്, വാക്കുകളുടെ കാരകനാണ്. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ശുഭനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭദ്രയോഗം അതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് വിദ്യാർത്ഥികൾക്കാണ് എന്ന് പറയാം. അതേപോലെ തന്നെ ഗവേഷണം നടത്തുന്നവർ, അറിവിനെ തേടി അലയുന്നവർ, ശാസ്ത്രജ്ഞാനം ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ദോഷങ്ങൾ മാറി വളരെ ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടവരുത്തുന്ന വളരെ നല്ല ഒരു സമയമാണ് ബുധൻ നിമിത്തം ഇപ്പോൾ ലഭിക്കുന്ന പഞ്ചമഹാപുരുഷ യോഗത്തിലെ ഭദ്രയോഗം എന്നുള്ളത്. മറ്റ് 4 ഗ്രഹങ്ങളെ കൊണ്ടും ഇപ്പോൾ ഈ ഒരു പഞ്ചമഹാപുരുഷ യോഗം ലഭിക്കുന്നില്ല. അതാത് ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിലോ ഉച്ചരാശിയിലോ ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഇത് ലഭിക്കുന്നത്. ഈ ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിലോ ഉച്ചരാശിയിലോ വന്നതുകൊണ്ട് മാത്രം ഈ യോഗം ലഭിക്കുകയില്ല. അതിന് മറ്റു ചില ഉപാധികൾ കൂടി ഉണ്ടാവണം. ഇപ്പോൾ ബുധൻ സ്വക്ഷേത്രത്തിൽ വരിക്കുമ്പോൾ ഈ ഗുണം ലഭിക്കുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. വീഡിയോ കാണുന്ന ആൾക്കാരിൽ സംശയങ്ങൾ ചോദിക്കുന്നവരോട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങളുടെ സംശയങ്ങൾ ദയവ് ചെയ്ത് വാട്സപ്പിലേക്ക് മാത്രമായിട്ട് മെസ്സേജുകളായിട്ട് അയയ്ക്കുക. പലരും കുറവാണെങ്കിൽ പോലും കമൻ്റായിട്ട് ചോദിക്കുന്നവരുണ്ട്. കമൻ്റായിട്ട് ചോദിച്ചാൽ വിശദമായ മറുപടി തരിക ബുദ്ധിമുട്ടാണ്. ഞാൻ യാതൊരുവിധ പ്രതിഫലവും വാങ്ങാതെയാണ് ഈ ജാതകങ്ങൾ പരിശോധിച്ച് മറുപടി പറയുന്നത്. അതിന് അല്പം കാലതാമസം എടുക്കുന്നുണ്ട്. കാരണം നിരവധി ജാതകങ്ങൾ പരിശോധിക്കേണ്ടി വരുമ്പോൾ ഒരു ജാതകം വിശദമായിട്ട് പരിശോധിച്ചിട്ട് ഗുണദോഷങ്ങൾ കണ്ടെത്തുവാൻ നല്ലവണ്ണം സമയം ആവശ്യമുള്ളതുകൊണ്ട് ഈ ഒരു പ്രക്രിയയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടാകും. എങ്കിലും ഞാൻ എല്ലാവരോടും തന്നെ ഇതിന് തീർച്ചയായിട്ടും മറുപടി പറയും. തീർച്ചയായിട്ടും നിങ്ങൾക്കാർക്കും തന്നെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ജാതകപരമായ സംശയങ്ങൾ, നിങ്ങളുടെ ദശാപഹാരങ്ങൾ, ഗുണദോഷങ്ങൾ, പരിഹാരങ്ങൾ, ഇവയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയുവാൻ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ ജാതക വിവരങ്ങൾ, ജനന സമയം, ജനന സ്ഥലം, ജനന തീയതി, നക്ഷത്രം, അതേപോലെ നിങ്ങൾക്ക് എന്ത് കാര്യത്തെ പറ്റിയാണ് അറിയേണ്ടത് എന്നുള്ളവ വിശദമായിട്ട് എഴുതി അല്ലെങ്കിൽ വോയിസ് മെസ്സേജായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഇതിന് യാതൊരുവിധ പ്രതിഫലവും ആവശ്യമില്ല. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ സമയദോഷങ്ങൾ നോക്കുന്ന, ദൈവാധീനം ചിന്തിക്കുന്ന, കബഡി പ്രശ്നം ചെയ്യണമെങ്കിൽ അത് ഒരു ഈശ്വരീയ കാര്യമാണ്. അതൊരു ദക്ഷിണ വെച്ച് വേണം ചെയ്യേണ്ടത്. മിഥുന രാശിയിലേക്ക് ബുധൻ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ ഭദ്രയോഗം ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ലഭിക്കുന്ന കൂറുകാർ കന്നിക്കൂറ്, ധനുക്കൂറ്, മീനക്കൂറ്, ഈ നാറുകളിൽ ജനിച്ച നക്ഷത്രത്തിൽ ഉള്ളവർക്കാണ് ഈ ഒരു ഗുണം ഇപ്പോൾ ലഭിക്കുന്നത്. കന്നിക്കൂറിലുള്ള ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദങ്ങളും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദങ്ങളും അടങ്ങുന്നതാണ് കന്നിക്കൂറ്. ധനുക്കൂറെന്ന് പറയുന്നത് മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദവും അടങ്ങുന്നതാണ്. മീനക്കൂർ എന്ന് പറയുന്നത് പൂരിട്ടായ നക്ഷത്രത്തിൻ്റെ അവസാന പാദവും ഉത്രട്ടായ നക്ഷത്രവും രേവതി നക്ഷത്രവും അടങ്ങുന്നതാണ്. ഈ 3 കൂറുകളിൽ അടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്കാണ് ഇപ്പോൾ ഈ ഭദ്രയോഗം ലഭിക്കുന്നത്. ഇവർക്ക് അനേകം ഗുണങ്ങൾ ബുധനെ കൊണ്ടുണ്ടാകുന്നു.
പ്രസംഗ ചാതുര്യം, അതായത് വാക് ചാതുര്യം, നല്ല വാക്കുകൾ പറയുക. നമ്മുടെ വാക്കുകളിൽ കൂടിയിട്ട് നമുക്ക് സുഹൃത്തുക്കളെ അതേപോലെ ഗുണങ്ങൾ ലഭ്യമാക്കുക. അതേപോലെ നല്ല വിദ്യ ലഭിക്കുക. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, നാം ചെയ്യുന്ന തൊഴിൽ എന്തായാലും അതിൽ കൂടി നമുക്ക് കൂടുതൽ ഗുണങ്ങളുണ്ടാവുക. അപാരമായ ബുദ്ധി ഉണ്ടാവുക, അല്ലെങ്കിൽ ബുദ്ധി നേരാൻ വണ്ണം പ്രവർത്തിക്കുക. കുറച്ച് പരാക്രമങ്ങൾ, ശൗര്യം കൂടുന്ന സമയമാണ്. അതേപോലെ തന്നെയാണ് അന്വേഷണ കുതുകികളായ ആൾക്കാർക്ക് വളരെ ഗുണപ്രദമായ അവസ്ഥയാണ്. വസ്തുതകളൊക്കെ കണ്ടുപിടിക്കാനുള്ള അപാരമായ കഴിവ് ഇവർക്കുണ്ടാകും. നല്ല അറിവ് ഇവർക്കുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ഗുണങ്ങളുണ്ടാകും, നേട്ടങ്ങളുണ്ടാകും. നല്ല വാക്കുകൾ ഇവരുടെ വായിൽ നിന്നുണ്ടാകും. ഇങ്ങനെ പൊതുവിൽ സമൂഹത്തിൽ നല്ല ഗുണങ്ങളുണ്ടാകുവാനും നല്ല അറിവുണ്ടാകുവാനും നല്ല ഈശ്വര പ്രീതി ഉണ്ടാകുവാനും ഇടവരുത്തുന്ന ഒരു സമയമാണ് ഈ ഭദ്രയോഗത്തിൽ കൂടിയിട്ട് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ഇത് ബുധൻ എന്ന ഒരു ഗ്രഹത്തിൽ കൂടി മാത്രം ലഭിക്കുന്ന ഒരു യോഗമാണ്. ശുക്രനിൽ കൂടി മാളവ്യ യോഗം, അങ്ങനെ മറ്റ് ഗ്രഹങ്ങളിൽ കൂടി മറ്റ് യോഗങ്ങൾ ലഭിക്കുന്നുണ്ട്. ശുക്രനിൽ കൂടി ലഭിക്കുന്ന മാളവ്യ യോഗത്തിന് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, ദാമ്പത്യ കാര്യങ്ങൾ, കലാപരമായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ടാകും. ബുധൻ അറിവിൻ്റെ കാരകനായതുകൊണ്ട് ആ ബുധനിൽ കൂടി ഇത്തരം കാര്യങ്ങളാണ് ഗുണമുണ്ടാവുക. തീർച്ചയായിട്ടും തൊഴിൽ അന്വേഷകർക്ക്, അതേപോലെ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക്, അവർക്കൊക്കെ ഈ യോഗം വളരെ ഗുണപ്രദമായിട്ട് ഭവിക്കും. ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദേവത വിഷ്ണു അവതാരങ്ങളാണ്. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം മുതലായ മൂർത്തികൾ. അപ്പോൾ ഈ മൂർത്തികളെയൊക്കെ ഭജിക്കുന്നതിൽ കൂടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു യോഗത്തിൻ്റെ ഗുണങ്ങൾ വർദ്ധിച്ച് ഇവർക്ക് ലഭിക്കും. അത് വളരെ നല്ല ഒരു സമയമാകും. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ യോഗം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ജീവിതത്തിൽ ഉടനീളം ഭദ്രയോഗമുണ്ടാകും. അവർക്ക് നല്ല വിദ്യാഗുണങ്ങളൊക്കെ ഉണ്ടാകും. അതിനുള്ളൊരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഭദ്രയോഗം വളരെ ഗുണപ്രദമാണ്. ഇനി ഒരു പഞ്ചമഹാപുരുഷ യോഗത്തിലെ മറ്റൊരു യോഗം ഉണ്ടാവണമെങ്കിൽ ശുക്രൻ സ്വക്ഷേത്രത്തിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. നമ്മുടെ കർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്യുകയും ഈ ഒരു യോഗത്തിൻ്റെ ഗുണമുണ്ടാകുവാൻ ആ ഗ്രഹദേവതയെ ഭജിക്കുകയും ചെയ്യുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. അതിന് ഈ ജഗതീശ്വരൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.